ഇന്ത്യയിൽ എവിടെയും പുലിയും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടങ്ങൾ ഒരു അതിജീവനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും തുറന്ന വഴികളാണ്. കാടിനോട് ചേർന്ന് ജീവിക്കുന്ന വളരെ അടിയാളരായിട്ടുള്ള മനുഷ്യർ എല്ലാ കാലത്തും അധികാരത്തിൻ്റെ ശക്തിയിൽ അവരുടെ ജീവിതം പലപ്പോഴും അനാഥമാക്കപ്പെടുകയും അവരുടേതായിട്ടുള്ള ലോകത്തു നിന്ന് തന്നെ അവർ തിരസ്കൃതരാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവിൻ്റെ പ്രതിരോധത്തിൻ്റെ വഴികളാണ് ഇന്ന് ഇന്ത്യയിലുടനീളം പലയിടത്തും ചിതറിക്കിടക്കുന്ന പല ജനസമുദായങ്ങളിലുമുള്ള പുലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കളികൾ. അത് കർണാടക തീരത്താണെങ്കിൽ, മംഗലാപുരത്തിനോട് ചേർന്ന തീരത്താണെങ്കിൽ അത് ഹുലിയാട്ടമാണ്. അത് മൈസൂരിലെത്തിക്കഴിഞ്ഞാൽ, മൈസൂരിലെ ടിപ്പുവിന് പോലും അദ്ദേഹം പോലും മൈസൂർ ടൈഗർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ടിപ്പുവിൻ്റെ കാലത്ത് മൈസൂരിൽ അവിടെയും പുലിവേട്ട എന്ന് പറയുന്ന നൃത്ത രൂപം അവിടെ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിലും ഒക്കെ ചെന്നാൽ നമുക്ക് ഇതേപോലെ തന്നെയുള്ള വലിയ പ്രത്യേകത നിറഞ്ഞ പലതരത്തിലുള്ള പുലികളുടെ കളികൾ, അതിനെ കീഴടക്കുന്നതിൻ്റെ കളികൾ ഒക്കെ നമുക്ക് കാണാനായി കഴിയും. ഈ യു പിയിൽ മിക്കവാറും അവിടെ പാർക്കുകളോട് ചേർന്ന്, വൈൽഡ് ലൈഫ് പാർക്കുകളോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പുലിയും മനുഷ്യനും തമ്മിലുള്ള വേട്ടയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരുപാട് ഫോക്ക് തിയേറ്ററുകൾ തന്നെ നിലനിന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയും നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ ഒരു അധികാരത്തിനെതിരെ ഉള്ള ഒരു മനുഷ്യൻ്റെ നിവർന്നു നിൽക്കലായിട്ടാണ് മിക്കവാറും പലയിടത്തും ഈ പുലിയും അതുപോലെ തന്നെ വേട്ടക്കാരനും എന്നുള്ള സങ്കല്പം എല്ലായിടത്തും ഉള്ളത്. ഇത് കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആസ്ഥാനം യാദർച്ഛികമായിട്ട് തൃശ്ശൂർ ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ശക്തൻ തമ്പുരാൻ്റെ കാലത്തിന് ശേഷം, ശക്തൻ തമ്പുരാൻ 1805 അദ്ദേഹം മരണമടയുന്നത്. അതിനുശേഷം ഈ കൊച്ചി ആസ്ഥാനമാക്കിയിട്ട് ബ്രിട്ടീഷ് പട്ടാളം ഇവിടെ കേന്ദ്രസേനയെ വിന്യസിച്ച കാലത്ത് പുലിക്കളി ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. അതുപോലെ തന്നെ അതിന് തൊട്ടു മുമ്പ് 1792 ടിപ്പു സുൽത്താൻ്റെ സൈന്യം ഇവിടെ തമ്പടിച്ച് കിടന്നിരുന്ന കാലത്ത് ഇന്നത്തെ ജയഹിന്ദ് മാർക്കറ്റിനോട് ചേർന്ന് കിടക്കുന്ന തെക്ക് ഭാഗം മുഴുവൻ തുറന്നു കിടക്കുന്ന വെളിമ്പറമ്പായിരുന്നു. പട്ടാളം അവിടെ ക്യാമ്പ് അടിച്ചതുകൊണ്ട് ആ പ്രദേശത്തെ മുഴുവൻ പട്ടാളം റോഡ് എന്നാണ്, അതിൻ്റെ മുമ്പിലുള്ള വഴിയെ പട്ടാളം റോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ പട്ടാളം റൂട്ടിൽ പല വിധത്തിലുള്ള സൈനിക ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തും സാധാരണ പട്ടാളക്കാർ താമസിച്ചത് മുഴുവൻ ഈ സൈനിക ക്യാമ്പിലാണ്. ഈ പട്ടാളം റോഡിനോട് ചേർന്നുള്ള ഇന്നത്തെ പോലീസ് സ്റ്റേഷൻ, തൊട്ട് അപ്പുറത്തുള്ള പള്ളി, അതിനോടപ്പുറത്തുള്ള ബിഷപ്പിൻ്റെ മന്ദിരം, ഈ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഇരട്ടച്ചിറ ശിവൻ്റെ ക്ഷേത്രത്തിൻ്റെ അറ്റം വരെ എത്തുന്ന വലിയ പ്രദേശം മുഴുവൻ പട്ടാളക്കാരുടെ ക്യാമ്പുകളായിരുന്നു. ഈ പട്ടാളക്കാർ മിക്കവാറും എല്ലാ മാസവും അവർ ഒരു ബംഗാളിലേക്ക്, മിക്കവാറും ബംഗ്ലാവിലേക്ക് അവർ ഒരു മാർച്ച് നടത്താറുണ്ട്. ആ മാർച്ച് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാമനിലയത്തെ വരെയാണ് മാർച്ച്. അന്ന് ബ്രിട്ടീഷ് റെസിഡൻസി താമസിച്ചിരുന്നത് ഈ രാമനിലയത്തിലായിരുന്നു. അന്ന് രാമനിലയത്തിൻ്റെ പേര് അണിപ്പറമ്പ് ബംഗ്ലാവ് എന്നാണ്. അപ്പോൾ ഈ മാർച്ച് നടത്തുന്ന ഘട്ടങ്ങളിലെല്ലാം അതിനു മുമ്പിൽ ചില കലാരൂപങ്ങൾ ജനങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഇത് ക്രമേണ വളർന്നു വന്നാണ് പുലിക്കളി ആയതെന്നാണ് ചരിത്രം പറയുന്നത്. അത് പുത്തേഴത്ത് രാമൻ മേനോനും ശരിവെക്കുന്നു. ഈ ക്യാമ്പുകളിൽ നിന്നാണ് ഈ പുലിക്കളിയുടെ ഏറ്റവും ആദ്യമ രൂപം ഉണ്ടായെന്നുള്ളത്. ഇത് സാധാരണ മനുഷ്യരുടെ, വളരെ അവർണരായിട്ടുള്ള മനുഷ്യരുടെ ഒരു ഗെയിമായിരുന്നു. ആ ഗെയിം എന്ന് ഞാൻ അവിടെ വിശേഷിപ്പിക്കാൻ കാരണം, ഇത് ആദ്യം ഒരു തിയേറ്റർ രൂപത്തിലാണ്, ഇത് ഒരു നാടോടി കഥയുടെ ആഖ്യാന രൂപത്തിലാണ് ഇത് ആദ്യകാലത്ത് മുഴുവൻ ഇത് അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ തൃശ്ശൂർ നഗരത്തിലെ ഈ പൂരങ്ങളിലോ മറ്റു ചടങ്ങുകളിലോ അതുപോലെ തന്നെയുള്ള ആറാട്ടുകളിലോ പ്രതിഷ്ഠകളിലോ ഒന്നും ഇവിടുത്തെ ഒരു വൻ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്കും ഒരു റോളും ഇല്ലായിരുന്നു. അതെല്ലാം എന്നും വരേണ്യരുടെ ഒരു ഉത്സവമായിട്ട് അത് മുഴുവൻ കണക്കാക്കി പോന്നു. പല ഘട്ടങ്ങളിലും തൃശ്ശൂർ പൂരത്തിൽ പോലും
അവർണരായിട്ടുള്ള ആളുകൾ, ദളിതരായിട്ടുള്ള ആളുകൾ പൂരത്തിൽ പ്രവേശിക്കുന്നതിനെ ഒരു കാലത്ത് വിലക്കുകയും മറ്റൊരു കാലത്ത് അവർ മർദ്ദനം നേരിടുകയും ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഒരു ജനകീയ കലാരൂപം എന്നുള്ള നിലയിൽ, ഒരു ഫോക്ക് ആർട്ട് എന്നുള്ള നിലയിൽ ഈ പുലിക്കളി തൃശ്ശൂരിൽ ഉയർന്നു വരുന്നത്. അതിൽ പ്രധാനമായിട്ട് ഈ സൈന്യത്തിലുണ്ടായിരുന്ന മുഹമ്മദീയരായിട്ടുള്ള ഇസ്ലാമുകളായിട്ടുള്ള പട്ടാളക്കാരും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും താമസിക്കുന്ന മറ്റ് അവർണരായിട്ടുള്ള ആളുകളും തമ്മിലുള്ള ഒരു പങ്കാളിത്തം വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ ഉണ്ടായിരുന്ന വാണിയർ ചെട്ടി സമുദായം, ഇവിടെ ഉണ്ടായിരുന്ന നായക്കന്മാർ, ഇവിടെ ഉണ്ടായിരുന്ന അതേപോലെ തന്നെ കോനാർ സമുദായക്കാർ, ഈ സമുദായക്കാരൊക്കെ ഈ പട്ടാളത്തിലെ മുഹമ്മദീയരായിട്ടുള്ള ആളുകളുമായി ചേർന്ന് ഈ കലാരൂപത്തെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് വേണമെങ്കിൽ പുലിക്കളിയെ അവർണൻ്റെ ഒരു പ്രതിരോധ കല എന്ന് വേണമെങ്കിലും നമുക്ക് അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ശക്തൻ തമ്പുരാൻ ടിപ്പുവിൻ്റെ കാലത്ത് തന്നെ അധികാരമേറ്റ ഒരു കൊച്ചിയിലെ തമ്പുരാനാണല്ലോ. അതിനു മുമ്പ് ഒരു 5 വർഷം അദ്ദേഹം അധികാരമേൽക്കുന്നതിന് മുമ്പ് സാമൂതിരിയുടെ കീഴിലായിരുന്നു ഈ കൊച്ചി രാജ്യം. സാമൂതിരിയെ ടിപ്പുവിൻ്റെ സൈന്യം അദ്ദേഹത്തിന് തോൽപ്പിക്കുകയും ടിപ്പു ക്രമേണ ഇവിടെ വന്ന് ഒരു ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ടിപ്പുവിൻ്റെ സൈന്യമാണ് ആദ്യമായിട്ട് തൃശ്ശൂരിൽ ഈ പട്ടാള റോഡ് എന്ന് പറയുന്ന പ്രദേശത്ത് തമ്പടിച്ചത്. ആ സൈന്യത്തിൽ, ടിപ്പുവിൻ്റെ സൈന്യത്തിൽ ഒരു വലിയ ഒരു മുസ്ലിം വിഭാഗം, സേനാ വിഭാഗം ഉണ്ടായിരുന്നു. അത് മിക്കവാറും മറ്റ് നാടുകളിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ റിക്രൂട്ട് ചെയ്തിട്ടുള്ള മുസ്ലിംസ് ആയിരുന്നു. ഇതിൽ കൂടുതൽ ആളുകളും പാലക്കാട് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള റാവുത്തർമാരായിരുന്നു. ഈ റാവുത്തർമാരാണ് ആദ്യമായിട്ട് ഈ കലാരൂപത്തെ ഇവിടെ അവതരിപ്പിച്ചതെന്ന് ആണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കലാരൂപം മൈസൂർ പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവർ കണ്ടെടുക്കുകയും അതിനെ ഒരു കേരളീയമായിട്ടുള്ള ഒരു അഭിനയ രീതിയോടും ഒരു അവതരണ രീതിയോടുമൊക്കെ അതിനെ സമരസപ്പെടുത്തി അതിനെ ഇവിടെ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുകയും ചെയ്തു വന്നതാണ് ഈ പുലിക്കളി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് പിന്നീട് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കാലത്ത് തുടരുന്നു. അതിൽ പിന്നീട് മറ്റു വിഭാഗങ്ങൾ അതിൽ ചേരുന്നു. യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ ഈ പല ക്ലാസിക്കൽ കലാരൂപങ്ങൾ ഇവിടെ നടക്കുമ്പോഴൊന്നും ഇവിടുത്തെ അവർണ ജനവിഭാഗങ്ങൾക്ക് അവർക്ക് യാതൊരു പങ്കാളിത്തവും അതിലുണ്ടായിരുന്നില്ല. കാരണം ക്ഷേത്രങ്ങളിൽ പോലും അവർക്ക് പ്രവേശനമില്ലാത്തൊരു കാലത്താണല്ലോ അവർ ജീവിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ റാവുത്തർമാരും മറ്റുള്ളവരും കൂടി കൽപ്പന ചെയ്തിട്ടുള്ള ഈ രൂപത്തെ അവർ കുറച്ചുകൂടി വർണ്ണശബളമാക്കുകയും അതിന് കൂടുതൽ താളഭരിതമാക്കുകയും ചെയ്തു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. മിക്കവാറും ഈ കളിയിലെ ഈ താളവും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്കുള്ള ചുവടുകളും ഒക്കെ കൊണ്ടുവന്നത് അത്തരത്തിലുള്ള അവർണ വിഭാഗങ്ങളാണ് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഏകദേശം 1970 വരെ ഈ ഒരു ഒറ്റ രീതിയിലാണ് അത് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നീട് സംഭവിച്ചത് 70കൾക്ക് ശേഷം ഈ പുലിക്കളിയോടൊപ്പം അതിൻ്റെ ചുവടുകൾക്കും അതിൻ്റെ താളക്കൊഴുപ്പിനോടും ഒപ്പം തന്നെ അതിൽ മറ്റ് കലാരൂപങ്ങൾ കലർന്നു വരാൻ തുടങ്ങി. ഫ്ലോട്ടുകൾ കലർന്നു വരാൻ തുടങ്ങി, എന്നുവെച്ചാൽ നിശ്ചല ദൃശ്യങ്ങൾ കടന്നു വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഫാൻസി ഡ്രസ്സുകൾ കടന്നു വരാൻ തുടങ്ങി. അതിനെ വലിയൊരു വർണ്ണശബളമായിട്ടുള്ള ഘോഷയാത്ര ആക്കി മാറ്റി. അതോടുകൂടി എല്ലാ ജനവിഭാഗങ്ങളും അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇന്ന് പലപ്പോഴും പൂരത്തിനേക്കാൾ കൂടുതൽ ആളുകൾ കാണുന്ന ഒരു കലാരൂപമായിട്ട് ഈ പുലിക്കളി മാറുകയാണ്. കാരണം അതിൻ്റെ ആ ഫോക്ക് കൾച്ചർ, അതിൻ്റെ താളത്തിലുള്ളതിൻ്റെ പ്രാധാന്യം, അതിലെ ജനകീയമായിട്ടുള്ള അതിലെ പങ്കാളിത്തം, എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് ഒത്തുചേർന്ന് വരുന്ന ഒരു കലാരൂപം എന്നുള്ള നിലയിലുള്ള അതിൻ്റെ സ്വീകാര്യത, ഈ ഘടകങ്ങളൊക്കെ ചേർന്ന് അത് പിന്നീട് ഒരു പൊതുവായിട്ടുള്ള വലിയൊരു ആഘോഷമായിട്ട് അത് ഒരു വലിയ ഒരു ജനകീയ കലാരൂപമായിട്ട് അത് വളരുകയാണ് ഉണ്ടായത്. ഇന്ന് നമ്മൾ തൃശ്ശൂരിൻ്റെ നിരത്തുകളിലൂടെ സഞ്ചരിക്കുന്ന ഈ പുലികളുടെ ഉള്ളിൽ നമുക്ക് വർണ്ണഭേദങ്ങൾ നമുക്ക് കാണാനില്ല, നമുക്ക് ജെൻഡർ പ്രശ്നങ്ങൾ നമുക്ക് കാണാനില്ല. എന്ത് കുട്ടികളും സ്ത്രീകളും ഒക്കെ കലർന്ന ഒരു എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കുന്ന അനേകം പുലികൾ അരങ്ങിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുക. ഈ കലാരൂപം
ആദ്യഘട്ടങ്ങളിലൊക്കെ വരുമ്പോഴൊക്കെ വളരെ ചെറിയ അലങ്കാരങ്ങൾ മാത്രമേ അതിന് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഏറ്റവും ലളിതമായിട്ടുള്ള ചമയമാർഗങ്ങൾ ഉപയോഗിച്ചാണ് അത് പുലിയെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. മിക്കവാറും പുലിക്ക് ഉപയോഗിച്ചിരുന്നത് മണ്ണെണ്ണ വിളക്കിൻ്റെ കരി, എണ്ണ വിളക്കിൻ്റെ കരി, മനയോല, അതേപോലെ തന്നെ ചുവന്ന കുങ്കുമം, ഇങ്ങനെയുള്ള നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കാവുന്ന ഏറ്റവും വില കുറഞ്ഞ പല വസ്തുക്കളും ഉപയോഗിച്ചാണ് ഈ പുലികളെ അക്കാലത്ത് ചമയിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ആണ് പുലിക്കളിയുടെ തുടക്കത്തിലുള്ളതിൻ്റെ വികാസം എന്ന് പറയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഒരു വെളുത്തേടൻ നായർ സമുദായാംഗമായിട്ടുള്ള ശങ്കരനാണ്. ശങ്കരൻ വെളുത്തേടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ അലക്കുകാരനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആ കലാരൂപത്തെ അവരെല്ലാവരും ആവിഷ്കരിക്കുന്നത് കണ്ടപ്പോൾ അതിൽ ശങ്കരനും പങ്കുചേർന്നു. ക്രമേണ ശങ്കരൻ അതിൻ്റെ ഗുരുവും അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത് ചമയിച്ചൊരുക്കുന്ന ആളായി മാറി. ക്രമേണ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന്, അതായത് പൂത്തോളിൽ നിന്ന് പുലികൾ പുറപ്പെടുന്നൊരു ഘട്ടം വരുത്തി. ഏതാണ്ട് 1920 മുതൽ ഈ പുലികൾ പുറപ്പെട്ടിരുന്നത് പൂത്തോളിൽ നിന്ന്, ഈ ശങ്കരൻ്റെ വസതിക്ക് ചുറ്റുമുള്ള പരിസരങ്ങളിൽ നിന്നാണ് അത് പുറപ്പെട്ടു വന്നിരുന്നത്. പിന്നീട് അത് മുഹറം തീയതിയിലാണത്, മുഹറം പെരുന്നാളിൻ്റെ ദിവസമാണത് ആദ്യഘട്ടങ്ങളിൽ അത് നടന്നത്. ക്രമേണ അത് ഓണത്തിൻ്റെ പലതരത്തിലുള്ള കലാരൂപങ്ങൾ ഇവിടെ അരങ്ങേറുന്നതിനിടയ്ക്ക് ഇപ്പോൾ കുമ്മാട്ടി ഇവിടെ അരങ്ങേറുന്നുണ്ട്. അതേപോലെ തന്നെ ഓണത്തിന് പലതരത്തിലുള്ള കളികളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് ഈ മുഹറത്തിനോട് അടുപ്പിച്ച് തന്നെ പുലിക്കളി പതുക്കെ വികാസം പ്രാപിച്ചു വന്നു. അപ്പോൾ തൃശ്ശൂർ നഗരത്തിൻ്റെ ഏറ്റവും ചുറ്റുമുള്ള പ്രധാനപ്പെട്ട കോളനികളിൽ നിന്ന്, സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ പുലികൾ വന്നു തുടങ്ങി. അങ്ങനെ പുലികൾ ക്രമേണ വെളിയന്നൂരിൽ നിന്നുള്ള പുലികളുണ്ടായി. പിന്നീട് പാട്ടരാക്കിൽ നിന്നും, വിയ്യൂരിൽ നിന്നും, കാനാട്ടുകരയിൽ നിന്നും, അതേപോലെ തന്നെ കിഴക്കുംപാട്ടുകരയിൽ നിന്നും ഒക്കെ, കുർക്കഞ്ചേരിയിൽ നിന്നൊക്കെ പുലികളുണ്ടായി. ഈ സ്ഥലങ്ങളിലൊക്കെ സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ പുലിയും അതിൻ്റെ താളങ്ങളും ഒക്കെ കൂടി ചേർന്നപ്പോൾ അത് വലിയ ഒരു ജനകീയ കലാരൂപമായിട്ട് അത് വികസിക്കുകയാണ് ഉണ്ടായത്. ബോഡി പെയിൻറ്റിങ് എന്ന് പറയുന്ന കലാരൂപത്തിന് ലോകത്തുമെമ്പാടും ഉണ്ടായിട്ടുള്ള വളർച്ചയുടെ ഭാഗത്തായിട്ട് അതിന് കൂടുതൽ അതിൻ്റെ നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള പലതരത്തിലുള്ള വർണ്ണക്കലർപ്പുകൾ ചേർക്കാൻ കഴിയുന്ന ഒരുപാട് സംഗതികൾ നമുക്ക് പെയിൻറ്റുകളായിട്ടും ബോഡി പെയിൻ്റായിട്ടും ഒക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളൊരു ബോഡി ആർട്ട് പോലെ തന്നെ ഏറ്റവും വർണ്ണശബളമായിട്ടുള്ള ഒരു ബോഡി ആർട്ടായിട്ട് മാറുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ അതിൽ ചേർക്കപ്പെടുന്ന അതിലെ രൂപങ്ങളിലും വ്യത്യാസം വന്നു. മുമ്പ് വെറും പുള്ളിപ്പുലികളോ അല്ലെങ്കിൽ വെറും വരയൻ പുലികളോ മാത്രമാണ് പങ്കെടുക്കുന്നതെങ്കിൽ പിന്നീട് സിംഹം അതിൻ്റെ ഉള്ളിലേക്ക് വന്നു, പിന്നീട് കരിമ്പുലികൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നു, അങ്ങനെ പലതരത്തിലുള്ള മറ്റ് മൃഗങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഈ വിധത്തിൽ അതിൻ്റെ ഉള്ളടക്കത്തിലും അതിൻ്റെ പൊലിമ വരികയും അതിൻ്റെ പുറം മോടിയിൽ പൊലിമ വരികയും ഇന്ന് ലോകത്ത് എമ്പാടുമുള്ള വിദേശികളെപ്പോലും ആകർഷിക്കുന്ന ഒരു വലിയ ഒരു ജനകീയ ദൃശ്യകലാരൂപത്തിൻ്റെ എഴുന്നള്ളിപ്പായി, തൃശ്ശൂരിലെ പൂരത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു വലിയ എഴുന്നള്ളിപ്പായി റോഡുകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വലിയ ഘോഷയാത്രയായിട്ട് ഈ തൃശ്ശൂരിലെ പുലികളുടെ കളികളും മാറുകയാണ് ഉണ്ടായത്. അതാണ് ഇന്നത്തെ ചരിത്രം. ഒരു പുലിയെ ഒരുക്കുക എന്ന് പറയുന്നത് ഒരു കഠിനമായിട്ടുള്ള ഒരുങ്ങലിൻ്റെ ഭാഗമാണ്. വളരെ അപൂർവം കലാരൂപങ്ങളിലേ നമുക്കത് കാണാനായിട്ട് കഴിയുള്ളൂ. കാരണം ഈ ഒരു പുലിയായിട്ട് വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളെ ബോഡി മുഴുവൻ ആദ്യം ബോഡി പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഷേവ് ചെയ്യണം. ബോഡി ഷേവ് ചെയ്തതിന് ശേഷം പലതരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചിട്ട് ആ ബോഡി കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം അതിനൊരു വൈറ്റ് ബേസ് കൊടുക്കണം. അതിനുശേഷമാണ് മറ്റു കളറുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കളറുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് മണിക്കൂറുകളോളം അവർക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ അവർക്ക് നിൽക്കേണ്ട ഒരവസ്ഥയുണ്ട്. ഇത് മിക്കവാറും ഈ പുലികൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ മിക്കവാറും ഉണ്ടാകുന്നുണ്ട്. ഈ ഓണം വളരെയധികം അട്ടിമറിക്കപ്പെട്ടുള്ളൊരു സങ്കല്പമായിട്ട് നമ്മൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ.
കാരണം ഇവിടെ മാവേലിയേക്കാൾ പ്രാധാന്യം വാമനന് എങ്ങനെ വരുന്നു എന്നുള്ളത് ഒരു വരേണ്യ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഓണം പിൽക്കാലത്ത് നമ്മൾ കാണുമ്പോഴൊക്കെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിജീവനത്തിൻ്റെയും അതുപോലെ തന്നെ ചവിട്ടിത്താഴ്ത്തപ്പെടുന്നവൻ്റെയും ഒരു പ്രതിരോധം എന്ന നിലയിലാണ് മഹാബലിയുടെ വരവിനെ ഒരു കാലത്ത് ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ നമ്മുടെ ഈ ഓണം എന്ന കലാരൂപത്തിൽ തന്നെ അനേകം കൂട്ടിച്ചേർക്കലുകൾ ഒക്കെ വളരെ ഗൂഢമായിട്ട് നടക്കുന്നുണ്ട്. അത് വാമനാവതാരമാണ് യഥാർത്ഥ ഓണക്കാലം എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള വിവരണങ്ങളും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വളർന്നു കഴിയുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള വലിയ സങ്കല്പങ്ങളെ, ഈ സവർണ സങ്കല്പങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുന്ന രീതിയിൽ അനേകം ചെറിയ കലാരൂപങ്ങൾ ഇതിൻ്റെ ഉള്ളിലൂടെ പതുക്കെ പതുക്കെ രംഗത്ത് വരാൻ തുടങ്ങി. അത് ഇങ്ങനെ കുമ്മാട്ടി നമ്മൾ ആയിക്കഴിഞ്ഞാലും, ഇപ്പോൾ ഒരു ഓണത്തല്ലെന്ന് പറയുന്ന കലാരൂപമായി കഴിഞ്ഞാലും, മറ്റേത് കലാരൂപങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഓണക്കാലത്ത് മുഴുവൻ വരുന്ന കലാരൂപങ്ങൾ പൊതുവെ എല്ലാ വിഭാഗം ജനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ജനകീയ കലാരൂപം എന്നുള്ള നിലയിൽ ഇതിനെ പല വിധത്തിൽ വികസിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കിടക്കുന്നത് എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് പോകാവുന്ന കലയുടെ വഴികൾ വെട്ടിത്തുറക്കുക എന്ന ഒരു വലിയ മതേതര കഥാസങ്കല്പം തന്നെയാണ്. ആ സങ്കല്പത്തിലൂടെയാണ് ഈ കലാരൂപങ്ങളൊക്കെ ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ളത്.